Say hi. Chưa right? Lifer. Oh, cute no? 'Make time to see the world'ലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഒരു തായ്ലൻഡിലെ ഓർക്കിഡ് ഫാമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ഫാമാണിത്. തായ്ലൻഡിലെ സമുത്സാക്കോണിലെ ക്രതുംബേനിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഓർക്കിഡ് ഫാമാണിത്. അപ്പോൾ ഓർക്കിഡ് ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഓർക്കിഡ് ഫാം തായ്ലൻഡിൽ എങ്ങനെയാണ്? ഒരുപാട് ഓർക്കിഡ്സ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. Lissa. Okay, Lissa. What do you think after COVID-19? Have any problem in flower market? I think no, because we can take photo with flower, every flower, yeah. แล้วก็คนอ่ะ people อ่ะ So all over the world. ใช่ Popular flower. No normal, right? No issue, right? ഏകദേശം ഒരു 10 മിനിറ്റ് സൈക്കിളിൽ ട്രാവൽ ചെയ്തതിന് നമ്മൾ ഓർക്കിഡ് ഫാമിൽ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. രണ്ട് വശത്തും വലിയൊരു ഓർക്കിഡ് ഫാമിനെ കാണാവുന്നതാണ്. അപ്പോൾ തായ്ലൻഡിലെ ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ലാർജസ്റ്റ് ഏറ്റവും വലിയ ഓർക്കിഡ് എക്സ്പോർട്ടറാണ് തായ്ലൻഡ്. ഒരുപാട് 1000ൻ്റെ മേലെ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ് ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താ പറയുക, തായ്ലൻഡിലെ ഏകദേശം 2.5 ബില്യൺസ് ബാത്താണ് ഓരോ വർഷവും ഓർക്കിഡ് എക്സ്പോർട്ടിൽ നിന്ന് തായ്ലൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ 1000-ലധികം വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് നമുക്ക് തായ്ലൻഡിൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഓർക്കിഡ് കർഷകരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരം. ആരുമില്ല ഈ ഫാമിൽ, ആരും തന്നെ ഇവിടെ കാണുന്നില്ല. കാരണം ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെ കൂടുതൽ അങ്ങനെ പരിപാലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ സൂര്യപ്രകാശം ഓർക്കിഡിന് അധികം ഇഷ്ടമല്ല. ഒരു ഷെയ്ഡിലാണ് ഈ ചെടികൾ വളരുന്നത്. അപ്പോൾ നമുക്ക് കാണാം, അതിന് നടുവിലേക്കൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ നമുക്ക് ഒരുപാട് വെള്ളം കാണാം. അതിൻ്റെ മേലെ ചകിരി, അതായത് നമ്മളെ തേങ്ങേൻ്റെ തൊണ്ടിലാണ് ഈ ചെടീനെ വളർത്തിയെടുക്കുന്നത്. നമുക്ക് മരത്തിൻ്റെ സൈഡിൽ എവിടെ വേണമെങ്കിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാം. കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് കളേഴ്സിലുണ്ട്. ഇപ്പം കാണുന്ന ഇപ്പോൾ വയലറ്റ് കളറാണെങ്കിൽ വയലറ്റ് ഉണ്ട്, മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്, വെള്ളയുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സ് തായ്ലൻഡിൽ നമുക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമാണ്. ഓർക്കിഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. തായ്ലൻഡിൽ ഓർക്കിഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അമ്പലങ്ങളിലും ഇവിടുത്തെ ഓരോ കല്യാണ പരിപാടികളിലും മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം തന്നെ തായ്ലൻഡ് ഓർക്കിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ തായ്ലൻഡിലെ ഫ്ലവർ മാർക്കറ്റിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് ഓണറോട് ചോദിച്ചു നോക്കാം, COVID-19 ശേഷം ഇവരുടെ ഫ്ലവേഴ്സിന് എന്തെങ്കിലും അവൈലബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത് വളരെ നോർമലായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഫിഗറായേക്കാംอันนี้มาจากที่ไหนครับอันนี้flower มาจากหลายๆที่ในประเทศไทยค่ะอันนี้มีปัญหาไหมโควิด -19 มีปัญหาไหมมีช่วงแรกๆนะคะก็คือเขาเหมือนกับว่าเขาปิดสวนรัฐบาลสั่งปิดสวนคือไม่ให้ส่วนที่ติดกันไม่ให้ขายแต่ว่าแค่ระยะเวลาสั้นๆพอถัดจากนั้นก็คือค้าขายได้แล้วก็ลูกค้าก็มีเยอะเพราะว่าเขาอยู่บ้านใช่ไหมลูกค้าอยู่บ้านไปห้างก็ไม่ได้ไปตลาดก็ไม่ได้ ഓർക്കിഡ് ഫാമിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഒരു അവരുടെ ഫ്ലവറിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരുപാട് ചെടികൾ ഇവിടെ വളർത്തുന്നുണ്ട്. ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇവിടെ വളർത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ചട്ടികളും ഒരുപാട് ഫ്ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കർഷകൻ്റെ ഒരു ഷോപ്പിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോപ്പിൽ ഞാൻ ഇങ്ങനെ കുറേ നേരം നടന്നേരത്ത് ഒരുപാട് ഫ്ലവേഴ്സ് കാണാവുന്നതാണ്. ഇവിടുത്തെ ചെട്ടിയും ബോൾസും അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ചെടികളെ പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് അധികം റേറ്റ് ഒന്നുമില്ല ചെടികൾക്ക്, വളരെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ.
ഏകദേശം ഒരു 50-100 ഭാഗത്ത് ആ റേഞ്ചിൽ വരുന്ന ചെടികളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടുത്തെ ഈ ഫാമിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഓർക്കിഡിനും അങ്ങനെ വലിയ റേറ്റ് ഒന്നുമില്ല. ചെടികൾക്ക് ഇവിടുന്ന് ഓർക്കിഡ് ചെടികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. വലിയ തോതിലൊന്നും മറ്റുള്ള കൺട്രികളിലൊന്നും ഓർക്കിഡ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടുത്തെ ലോക്കലായുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഓർക്കിഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം കൊറോണ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഇടുന്നത്. അങ്ങനെ ഈ ഫ്ലവർ ഈ ഷോപ്പിൽ കുറേ നേരം നടന്ന നേരത്ത് അവിടെ ഒരു പാമ്പിനെ കണ്ടു. ഒരു ചെറിയൊരു പെരുമ്പാമ്പിനെ പോലത്തെ ഒരു സംഭവമാണ്. ഒരു പാമ്പ് ഒന്നും ചെയ്യാത്തതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആരോട് ചോദിച്ചു, ഒന്നും ചെയ്യത്തില്ല, അത് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓർക്കിഡ് ഫാമിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല കൂടുതൽ ഓർക്കിഡ് ഫാംസിൻ്റെ വീഡിയോസുമായിട്ട് ഇനി വൈബോ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ വൈബോ സൈനിങ് ഓഫ്.